മക്കളെ റാത്തല്ല കുറേ മെറ്റിൽ പോയിട്ട് കാരണം എന്താ പറയുക മെറ്റിൽ നമ്മൾ ചിലത് ഒഴിവാക്കുന്നുണ്ട്. അന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ പെട്ടെന്ന് ഇറക്കിയാട്ടോ ഇവിടെ സ്പേസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മെറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കോൺക്രീറ്റ് എന്തെങ്കിലുമൊക്കെ ഓർത്ത് ഒഴിവാക്കാം നമുക്ക്. ശലാങ്കാക്ക് ഇവിടെ പണി ഉണ്ട് കേട്ടോ. ശലാങ്കാക്ക് എന്താ പണി അറിയാം? ശലാങ്ക എന്താ മട്ടം നല്ലതല്ല എന്തൊക്കെയായി? ഉഷാർ ഇങ്ങനെ ആയാലേ നമ്മൾ മറ്റേ ഇത് കോൺക്രീറ്റ് റെഡി ആയാലേ മാർബിൾ ഇടുമ്പോഴൊക്കെ വളരെ നോർമലായിട്ട് സിമെന്റ് ഇതൊക്കെ ചിലവാകുള്ളൂ. ഒരിടത്ത് കോൺക്രീറ്റ് നിലം കോൺക്രീറ്റ് ശരിയല്ലാന്നുണ്ടെങ്കിൽ താന്നും പൊന്നും ചെയ്യും. അപ്പോൾ അവിടെ ഒരു കാനം ഇവിടെ ഒരു കാനാണെങ്കിൽ ഡബിൾ സിമെന്റ് ചിലവാകും. അതിനുള്ള ഇത് നല്ല കറക്റ്റിൽ കൊണ്ട് ആയില്ലേ വടല മാതിരി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ കറക്റ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്തോ വളരെ ഉഷാറാവും. ചെറിയ കോൺക്രീറ്റ് ചെറിയ സിമെന്റ് മേലെ മറ്റേ മാർബിള് ടൈലൊക്കെ പരിപാടി ക്ലിയർ ആയി പോകും. നേരെ മറിച്ച് ആരെങ്കിലും ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചില ആൾക്കാരുണ്ട് മാർബ് എങ്ങനെയാലും കുഴപ്പമില്ല അമ്മമാരാണ്ട് ഏൽപ്പിക്കാം. അത് കോൺക്രീറ്റ് അല്ല നല്ല കോൺക്രീറ്റ് അല്ല എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാർ ഒന്നുകൂടി വൃത്തിയാവും. വെള്ളം അടിച്ചിട്ടൊന്ന് ഒന്നുകൂടി ഒരു പൊടിത്താവും. അപ്പം എന്തായാലും വളരെ കറക്റ്റ് ആവും. വളരെ കറക്റ്റ് ആവും. അതേമാതിരി തന്നെ ഈ റൂം ഇപ്പം ഒന്ന് നന്നാക്കിയതാണ്. ഇന്നലെ വീട് കണ്ടവർക്ക് ചിലപ്പോൾ ഈ റൂം എത്ര ഈ കായമോ എന്താ പറയുക ഈ കാണുമ്പോൾ ഒരു ഇത് വെള്ളം അടിച്ചാൽ ശരിയാവും. അതിന്റെ ഉപ്പാൻ എന്താ ചെയ്തിക്കണേ വലിയ ബുക്കാസ് എടുത്തൊന്നും ചെയ്ത് കിട്ടാ അതിന് എനിക്ക് മണ്ട കിട്ടുമെന്നാവും. അത് വേറെ കാര്യം. ഇനി ഇവിടെ എന്താ മാവ് കുഴച്ചിട്ടുള്ളൂ. മാവ് കുഴച്ചിട്ടുള്ളൂ പറഞ്ഞാൽ രാഗി ഇളക്കിയിട്ട് ഇങ്ങനെതായിട്ട് അർത്ഥം മക്കളെ. അപ്പോൾ എന്താ പറയുക അത്യാവശ്യം നല്ല മണ്ണുണ്ട് കേട്ടോ. പാവം സാധു നല്ല നയിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ അന്ന് ഞാനിത് അത് നല്ല സെറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് മണ്ണ് കയറ്റിയിട്ടുണ്ട്. കാരണം എന്താ പറയുക ഇത് ലൂസില്ല ഒരു സൈറ്റാട്ടോ. ലൂസുള്ള സൈറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് ചെതൽ വരാനൊക്കെ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ. മാഷാഅല്ലാഹ് ഇവിടെ വെള്ളം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ വെള്ളം ഉണ്ടെന്ന് ഞാൻ ആങ്കാരം പറയില്ല കേട്ടോ. ഈ കരകളൊക്കെ ഇതാ ഇങ്ങനത്തെ കരകൾ ഫുള്ള് എന്ത് ചെയ്യണമെന്ന് അറിയാം അടിച്ച് ഒഴിവായി കൊടുക്കണം. അതിനാണ് ഇപ്പോൾ എന്ത് ചെയ്യണം ഫുള്ള് വൃത്തിയിൽ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം ഈ തറൻ്റെ കരതാ ഈ കരമ്മക്ക് ഇങ്ങനെ കയറ്റിട്ട് കൊടുക്കണം. എന്ത് വൃത്തി ഉണ്ടാവും ആ പെരക്കാരനക്ക് എന്ത് വൃത്തി ഉണ്ടാവും എന്തോ റാത്തുണ്ടാവും. വെള്ളം നിങ്ങൾക്ക് കാണണ്ട മക്കളെ ഫുള്ള് സെറ്റാണ്. ഇവിടെ മാഷാഅല്ലാഹ് വെള്ളത്തിൻ്റെ പൈപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. കണ്ടങ്ങൾ ഇത്ര ക്ലിയർ ഒരു ക്രിസ്റ്റൽ വാട്ടർ എന്നൊക്കെ പറയില്ല അത് ഇതാണ്. ഓക്കെ അപ്പോൾ എന്നാൽ നിങ്ങൾ പോയിക്കൊണ്ട് വരും. ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോളി പോയിക്കോളി തൽക്കാലം. അപ്പോൾ തലാങ്ക ഭക്ഷണത്തിന് പോവാണ്. ഞങ്ങളും തന്നെ ചെരുവടിക്കുന്നിടത്താണ് ഭക്ഷണത്തിന്. ഞങ്ങളെല്ലാവരും അവിടെ പോകാൻ നിൽക്കട്ടോ. ഓക്കെ സെറ്റല്ലേ എങ്ങനെയുണ്ട്? ഇതൊക്കെ ശരിയാക്കാൻ കേട്ടോ. ചെറിയ ഒരു തട്ട് കാണാൻ തരാം. ഫുള്ള് വെള്ളം അടിച്ചിട്ട് ക്ലീൻ ആക്കൂട്ടോ. അപ്പോൾ റെഡി ആവും.